7 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മദ്യപാനികളുടെയും മനസ്സിനെയും രുചിമുളകളെയും ഒരുപോലെ കീഴടക്കിയ ഒരു പേരാണ് ഓൾഡ് മോങ്ക് റം. വെറും ഒരു മദ്യപാനീയം എന്നതിലുപരി ഗൃഹാതുരത്വത്തിന്റെയും സൗഹൃദ സന്ധ്യകളിലെ ഊഷ്മളതയുടെയും ഒരു തലമുറയുടെ തന്നെ ഓർമ്മകളുടെയും പ്രതീകമായി അത് മാറിക്കഴിഞ്ഞു. കാലം മാറുമ്പോൾ ഫാഷനും ജീവിതശൈലികളും മാറുമെങ്കിലും 1954 പുറത്തിറങ്ങിയ അതേ രുചിയിലും കുപ്പിയുടെ അതേ രൂപത്തിലും ഓൾഡ് മോങ്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു ബ്രാൻഡും ഇത്രയധികം വിശ്വസ്തത നേടിയ ചരിത്രം ലോകത്ത് തന്നെ അപൂർവമാണ്. ഈ പ്രതിഭാസത്തിന് പിന്നിൽ ഒരു മദ്യപാനി ആയിരുന്നില്ലാത്ത ഒരു മനുഷ്യന്റെ, ജനറൽ കപിൽ മോഹന്റെ ദീർഘവീക്ഷണത്തിന്റെയും ധീരമായ തീരുമാനങ്ങളുടെയും കഥയുണ്ട്. ആ കഥ വെറും ഒരു മദ്യ കമ്പനിയുടെ ചരിത്രമല്ല, മറിച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ അപ്പാടെ മാറ്റിമറിച്ച ഒരു ബിസിനസ് പാഠം കൂടിയാണ്. ഓൾഡ് മോങ്കിന്റെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഈ ബ്രാൻഡിനെ ഒരു ദേശീയ വികാരമാക്കി മാറ്റിയ കപിൽ മോഹൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിരുന്നില്ല എന്നതാണ്. ഒരു മദ്യനിർമ്മാണശാലയുടെ തലപ്പത്തിരുന്നിട്ടും അദ്ദേഹം തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചില്ല. സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷം കുടുംബ ബിസിനസ് ഏറ്റെടുക്കാൻ നിർബന്ധിതനായ അദ്ദേഹത്തിന് ഇഷ്ടം ചായയോടായിരുന്നു. തന്റെ ജ്യേഷ്ഠനായ വേദ് രത്തൻ മോഹന്റെ ആകസ്മികമായ മരണശേഷമാണ് കപിൽ മോഹൻ മോഹൻ മീഗിൽ ലിമിറ്റഡിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്. 1973 മുതൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓൾഡ് മോങ്ക് ഒരു പുതിയ ഉണർവ് നേടി. ഒരു മദ്യപാനി അല്ലാതിരുന്നത് കൊണ്ട് തന്നെയാവാം, ഒരു ഉപഭോക്താവിന്റെ കണ്ണിലൂടെയല്ല, മറിച്ച് ഒരു വ്യാപാരിയുടെയും ഗുണനിലവാരത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെയും കാഴ്ചപ്പാടിലൂടെ അദ്ദേഹത്തിന് ഈ ബ്രാൻഡിനെ സമീപിക്കാൻ കഴിഞ്ഞത്. ഓൾഡ് മോങ്കിനെ മറ്റു ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ലായ്മയാണ്. 2012 കപിൽ മോഹൻ ഒരു ധീരമായ തീരുമാനമെടുത്തു. ഓൾഡ് മോങ്കിന്റെ എല്ലാ പരസ്യങ്ങളും നിർത്തലാക്കുക, ഉൽപ്പന്നം സ്വയം സംസാരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതവും എന്നാൽ ശക്തവുമായ കാഴ്ചപ്പാട്. ഇന്നത്തെ കാലത്ത് ബ്രാൻഡുകൾ ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, പത്രങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിങ്ങനെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി പരസ്യം ചെയ്യുമ്പോൾ ഒരു പരസ്യം പോലും ഇല്ലാതെ ഒരു ഉൽപ്പന്നം ജനമനസ്സുകളിൽ ഇടം നേടുക എന്നത് അചിന്തനീയമായ കാര്യമാണ്. എന്നാൽ ഓൾഡ് മോങ്ക് ഇത് സാധ്യമാക്കി. ഗുണമേന്മയിൽ വിശ്വസിച്ച് വാമൊഴിയിലൂടെയുള്ള പ്രചാരണം മാത്രം മതി എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വലിയ വിജയമായി. ഓൾഡ് മോങ്ക് രുചിച്ചവർ അതിന്റെ മൃദുലമായ രുചിയെയും ഹാങ് ഓവർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന പ്രത്യേകതയെയും കുറിച്ച് സുഹൃത്തുക്കളോടും പരിചയക്കാരോടും സംസാരിച്ചു. ഓരോ മദ്യപാനിയുടെയും സംഭാഷണങ്ങളിൽ അതൊരു പ്രധാന വിഷയമായി മാറി. അങ്ങനെ ഒരു പരസ്യവാചകങ്ങൾക്കും നൽകാൻ കഴിയാത്ത സ്വാധീനം ഈ ബ്രാൻഡിന് ലഭിച്ചു. കപിൽ മോഹൻ സ്ഥാപിച്ച ഈ പാരമ്പര്യം ഇന്നും തുടരുന്നു. ഇത് ഓൾഡ് മോങ്കിനെ ഒരു ബ്രാൻഡ് എന്നതിലുപരി ഒരു വികാരമാക്കി മാറ്റുന്നുണ്ട്. ഓൾഡ് മോങ്ക് എന്ന പേരിന്റെ ഉത്ഭവം ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നുണ്ട്. കൃത്യമായ ഒരു രേഖയോ ചരിത്രപരമായ തെളിവോ ലഭ്യമല്ലാത്തതിനാൽ ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട്. റം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വലിയ മരബാരലുകളെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നതെന്ന് ചിലർ കരുതുന്നു. ഈ ബാരലുകൾക്ക് ഓൾഡ് മോങ്ക് എന്ന് വിളിപ്പേരുണ്ടായിരുന്നിരിക്കാം. യൂറോപ്പിലെ പുരാതന ആശ്രമങ്ങളിൽ സന്യാസിമാർ മദ്യം ഉണ്ടാക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കാനായിരിക്കും ഈ പേര് നൽകിയത്. അതോടൊപ്പം ഈ റമ്മിന്റെ ആഴത്തിലുള്ള സങ്കീർണമായ രുചി ഒരു വൃദ്ധന്റെ ജ്ഞാനം പോലെയാണെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. കാലം ചെല്ലും തോറും അതിന്റെ രുചി കൂടുതൽ മികച്ചതാകുന്നു. ഈ നിഗൂഢതകളൊന്നും ബ്രാൻഡിന്റെ ആകർഷണം കുറച്ചില്ല, മറിച്ച് കൂട്ടുകയാണ് ചെയ്തത്. ബ്രാൻഡിന് പിന്നിലെ കഥകൾ ഉപഭോക്താക്കൾക്കിടയിൽ കൂടുതൽ ചർച്ചകൾക്കും ജിജ്ഞാസയ്ക്കും വഴിതെളിച്ചു. 1954 ആദ്യമായി പുറത്തിറങ്ങിയ ഓൾഡ് മോങ്ക് അതിന്റെ സിഗ്നേച്ചർ XX റാം എന്നും അതേ രുചിയിലും പാചകക്കുറിപ്പിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സ്ഥിരതയാണ് ഉപഭോക്താക്കൾക്ക് ഈ ബ്രാൻഡിനോട് അഗാധമായ വിശ്വാസ്യത വളർത്താൻ കാരണം. 12 വർഷം വരെ പഴക്കമുള്ള സുപ്രീം, ഗോൾഡ് റിസർവ് പോലുള്ള വകഭേദങ്ങൾ ലഭ്യമാണെങ്കിലും 7 വർഷം പഴക്കമുള്ള യഥാർത്ഥ ചോക്ലേറ്റ് തവിട്ട് നിറത്തിലുള്ള മിശ്രിതമാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും. റമ്മിന്റെ രുചിക്ക് പുറമെ കുപ്പിയുടെ രൂപവും അതിലെ ലേബലും ഒരു മാറ്റവുമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കളിൽ ഗൃഹാതുരത്വം ഉണർത്തുന്നുണ്ട്. കാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന തോന്നൽ ഇത് നൽകുന്നുണ്ട്. കറുപ്പ് നിറത്തിലുള്ള കുപ്പിയും വെളുത്ത വരകളുള്ള ലേബലും അതിലെ ചിരിക്കുന്ന സന്യാസിയുടെ ചിത്രവും ഓൾഡ് മോങ്കിന്റെ ഒരു പ്രത്യേക ഐഡന്റിറ്റിയായി മാറിയിരിക്കുന്നു. മോഹൻ മീഗിൻ ലിമിറ്റഡിന്റെ ചരിത്രം കൗതുകകരമാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജനറൽ ഡയറിന്റെ പിതാവ് 1885 ഹിമാചൽ പ്രദേശിലെ കസൌലിയിൽ സ്ഥാപിച്ച ഒരു സിസ്റ്റിലറി ഏറ്റെടുത്തതോടെയാണ് ഈ കമ്പനി നിലവിൽ വരുന്നത്. കപിൽ മോഹന്റെ പിതാവ് MN മോഹനനാണ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയത്. പിന്നീട് ഓൾഡ് മോങ്ക് ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന ഉൽപ്പന്നമായി മാറുകയും അതിന്റെ ഉൽപാദനം കുതിച്ചുയരുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പ്രതിദിനം 8 ദശലക്ഷം കുപ്പികൾ വരെ വിറ്റഴിച്ച ചരിത്രം ഈ ബ്രാൻഡിനുണ്ട്. എന്നാൽ
ഈ വിജയത്തിനിടയിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. കപിൽ മോഹന്റെ അനന്തരവൻ രാകേഷ് മോഹൻ കമ്പനിയുടെ ലക്നൌ പ്ലാന്റ് ബിസിനസ്സുകാരനായ പോണ്ടി ചദ്ദയ്ക്ക് വിറ്റത് വിതരണത്തെയും വിൽപ്പനയെയും ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് ബ്രാൻഡിന് ഒരു ചെറിയ തിരിച്ചടിയായി. എന്നാൽ അതിന്റെ അടിയുറച്ച ആരാധക വൃന്ദം കാരണം ബ്രാൻഡ് പിടിച്ചു നിന്നു. ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപ് ഓൾഡ് മോങ്ക് ഉൽപാദനം നിർത്താൻ പോകുന്നുവെന്ന വ്യാജ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഈ വാർത്ത ആരാധകരെ വലിയ തോതിൽ ആശങ്കയിലാഴ്ത്തി. ഒരുപാട് പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുകയും ബ്രാൻഡിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ മോഹൻ മീകിൻ ലിമിറ്റഡ് ഔദ്യോഗികമായി തങ്ങളുടെ ഉൽപാദനം നിർത്തലാക്കുന്നില്ലെന്ന് അറിയിച്ചതോടെയാണ് ആരാധകർക്ക് ആശ്വാസമായത്. ഈ സംഭവം ഓൾഡ് മോങ്കിന് സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ഓൾഡ് മോങ്കിന് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ആരാധകരുണ്ട്. UK, USA, റഷ്യ, ജർമ്മനി, ജപ്പാൻ, കാനഡ, കെനിയ, ന്യൂസിലൻഡ്, UAE എന്നിവയുൾപ്പെടെ 50-ലധികം രാജ്യങ്ങളിൽ ഈ റം എത്തുന്നുണ്ട്. ഓൾഡ് മോങ്കിന്റെ കഥ ഒരു കേവല വിജയഗാഥ മാത്രമല്ല, അതൊരു ബിസിനസ് തന്ത്രത്തെയും ഒരു ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയെയും ഒരു വ്യക്തിയുടെ അസാധാരണമായ ദീർഘവീക്ഷണത്തെയും കുറിച്ചുള്ള ഒരു പാഠം കൂടിയാണ്. ഒരു പരസ്യം പോലും ഇല്ലാതെ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകം കീഴടക്കിയ ഈ റം ഇന്നൊരു ബ്രാൻഡ് എന്നതിലുപരി ഒരു വികാരവും ഒരു പാരമ്പര്യവുമാണ്. കാലം എത്ര മാറിയാലും അതിന്റെ ആരാധകരുടെ മനസ്സിൽ ഒരു മാറ്റവുമില്ലാതെ അത് നിറഞ്ഞു നിൽക്കും.